ആ കുഞ്ഞിലൊന്നുണ്ട് പാപത്തിന്റെ വിഷമുണ്ട്. അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ പാപത്തിൽ ജനിക്കുന്നത് കൊണ്ട് മനുഷ്യൻ പാപം ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള സന്തോഷം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ കാരണം ദൈവത്തെ അറിയേണ്ടുന്ന രീതിയിൽ അറിയാത്തത് കൊണ്ടാണ്. പ്രിയ സ്നേഹിത, മനസ്സിലാക്കണം, താങ്കളുടെ ജീവിതത്തിൽ ഒരു സമാധാനം വേണമെങ്കിൽ, ഒരു സന്തോഷം വേണമെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. യേശുക്രിസ്തുവിന് കൂടെ അല്ലാതെ താങ്കൾ എത്രയൊക്കെ ശ്രമിച്ചാലും താങ്കളുടെ കുടുംബത്തിനകത്ത് താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിന് ഒരിക്കലും നിത്യമായ സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരുപക്ഷെ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യ സമാധാനത്തിന് വേണ്ടി, മനുഷ്യ സമാധാന ആശ്വാസത്തിന് വേണ്ടി താൽക്കാലികമായ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം അത് നാശത്തിലേക്കാണെന്ന് ദൈവജനം ചൂണ്ടിക്കാണിക്കുകയാണ്. മനുഷ്യനെന്ന് സമാധാനത്തിനു വേണ്ടിയും ആശ്വാസത്തിനു വേണ്ടിയും മനുഷ്യനെന്ന് കണ്ടെത്തുന്ന ഒരു മാർഗമുണ്ട്, മദ്യപാനം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. പ്രിയ സ്നേഹിത, പ്രിയ മാനിമത്രമേ, ഇതെല്ലാം താങ്കളുടെ ജീവിതത്തില് പരാജയം മാത്രമാണ്. എന്നാൽ ഞാൻ ഉയർത്തി കാണിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് താങ്കളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഉത്തരം തരുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, മാനവരാശിയെ നെഞ്ചോട് ചേർത്ത്, മാറോട് ചേർത്തണച്ച്, മാറോട് ചേർത്ത് സ്നേഹിച്ച ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ ലോകത്തിൽ ആരും മനുഷ്യനെ സ്നേഹിച്ചിട്ടില്ല. മനുഷ്യനെ സ്നേഹിച്ചവൻ, മാനവരാശിയെ സ്നേഹിച്ചവൻ, അവന്റെ പാപപരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്ന കരുണാനിധിയായ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഈ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ് ഏക രക്ഷ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മനുഷ്യനെന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏറെയാണ്. എന്നാൽ അതിനൊരു പരിഹാരം വേണമെങ്കിൽ ഈ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ ഏക കാരണം മനുഷ്യന്റെ പാപമാണ്. എന്നാൽ മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ഈ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഈ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ താങ്കൾക്ക് എന്തെന്നില്ലാത്ത നിത്യമായ സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുക്രിസ്തു കൊടുക്കുന്ന സമാധാനം, യേശുക്രിസ്തു ലഭിക്കുന്ന നിത്യമായ രക്ഷ, നിത്യമായ സന്തോഷം, നിത്യമായ സമാധാനം അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. അത് നിത്യത മുഴുവനും യുഗായുഗമായി നിലനിൽക്കുന്നത് ഒന്നാണ് യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന സമാധാനം. സമാധാനത്തിന് വേണ്ടി മനുഷ്യന് മുന്നോട്ട് കൂടുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരിക്കലും നിത്യമായി ശാശ്വതമായ സമാധാനം തരുവാനായിട്ട് കഴിയുകയില്ല. ലോകത്തിന് സമാധാനം തരുവാൻ കഴിയില്ല, ആശ്വാസം തരുവാൻ കഴിയില്ല. ഏതോ വ്യക്തി ജീവിതത്തിലും ആശ്വാസം കൊടുക്കാൻ ലോകത്തിന് കഴിയത്തില്ല. ഇന്ന് ഞാൻ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന ഈ യേശുക്രിസ്തുവിന് നിന്റെ അവസ്ഥയ്ക്കും താങ്കളുടെ ഏത് അവസ്ഥയ്ക്കും ഉത്തരം തരുവാൻ, മറുപടി നൽകുവാൻ യേശു മതിയായവനാണ്. പ്രിയമുള്ളവരെ, താങ്കളുടെ പാപം,
താങ്കൾ എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയായിരിക്കാം, എന്ന് താങ്കൾ യേശു താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. താങ്കൾക്ക് വേണ്ടി മാത്രമാണ്, താങ്കൾക്ക് വേണ്ടി കൂടെയാണ് യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. ഇങ്ങനെയാണ് മനുഷ്യൻ പാപികളായി തീർന്നത്. ഇത് പുസ്തകം പറയുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യൻ പാപത്തിൽ മരണം ലോകത്തിൽ കടന്നു. അപ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ആദാം ഹവ്വ ഇവര് ദൈവത്തിന്റെ അനുസരണക്കേട് കാണിച്ചപ്പോൾ ഇവര് പാപികളായി മാറി. അങ്ങനെ അവർ മുഖാന്തരം ഈ ലോകത്തിലേക്ക് പാപം കടന്നു പിടിക്കുവാനായി ഇടയായി തീർന്നു. എന്നാൽ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ പാപത്തിന്റെ ഇരുട്ടിലും പാപത്തിന്റെ ചേറ്റിക്കൊഴിലും പ്രിയ സ്നേഹിത, താങ്കളെ രക്ഷിക്കുവാൻ, താങ്കളുടെ പാപത്തിന്റെ അടിമത്തത്തിൽ രക്ഷിക്കുവാനായ പ്രശ്നത്തിലൂടെ പരിഹാരം ലഭിക്കുവാൻ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ഈ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്ന മുഖാന്തരത്തിൽ കൂടെ മാത്രമേ ആ നിത്യമായ രക്ഷ കരസ്ഥമാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇവിടെ നിന്ന് മനുഷ്യൻ ചില ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗം നരകം ഇവിടെ തന്നെയാണ്. പ്രിയമുള്ളവരെ, അല്ലയില്ല, സ്വർഗമുണ്ട്, നരകമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ യേശുക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കണം. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയുള്ളൂ. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കാതെ ഒരു വ്യക്തിയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകങ്ങളെ വിളിച്ചു പറയുന്നു, ദൈവപുസ്തകത്തിൽ പ്രേതനെ കാണാത്ത ഏവനെയും തീപ്പൊഴികളിൽ തള്ളിയിടും. പ്രിയമുള്ളവരെ, ഈ എത്ര വലിയ വേദപുസ്തകം വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, എത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും. പ്രിയ സ്നേഹിത, ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നതല്ല, ഇതിനപ്പുറത്തൊരിക്കലും നിത്യതയുണ്ട്. ആ നിത്യത എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിത്യജീവനുണ്ട്, നിത്യജീവനുണ്ട്. രണ്ടാമത്തെ കാര്യം, രണ്ടാം മരണമുണ്ട്. എന്നാൽ യേശുക്രിസ്തു രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ദൈവവചന വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി പോകുന്നത് എവിടെയായിരിക്കും? സ്വർഗത്തിലത്രേ. യേശുക്രിസ്തുവിനെ രക്ഷകനും അംഗീകരിച്ച ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ച് മരിച്ചടക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നതിന് കൂടെ താങ്കളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം, വലിയ ആനന്ദം, വലിയ സമാധാനം അനുഭവിക്കുവാനായിട്ട് കഴിയും. ഇതുവരെ താങ്കളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ശ്രേഷ്ഠകരമാകുന്ന ഒരു സമാധാനം, ആശ്വാസം ആ യേശുക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ രക്ഷ പ്രാപിക്കുവാൻ, ഈ സമാധാനം പ്രാപിക്കാൻ വേറെ ഒരു കുറുക്കും വഴിയുമില്ല. കർത്താവ് യേശുക്രിസ്തു പറയും, ഇങ്ങനെയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രിയമുള്ളവരെ, ഈ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് രക്ഷകനായി സ്വീകരിച്ച എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം യേശു കർത്താവ് ഒരിക്കലും ഒരു മനുഷ്യന്റെ ആത്മാവ് നരകത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യന്റെ അകത്തെ ആത്മാവിന് ദൈവം ഇട്ടിരിക്കുന്ന വിലയെന്ന് പറയുന്നത് ഈ ലോകത്തെക്കാൾ വിലയുള്ളതാണ്. വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഇന്ന് രാത്രി പ്രിയ സ്നേഹിത, പ്രിയ മാന്യപുത്രമേ, താങ്കൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കാതെ ഈ യാത്ര തുറന്നു പോകുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒരു വലിയ ന്യായവിധി കാത്തു നിൽക്കുകയാണ്. ആ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ താങ്കൾ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരണം. താങ്കളുടെ പാപപടികളെ വലിച്ചെറിയണം. താങ്കളുടെ മദ്യപാനികളെ ഉപേക്ഷിക്കണം. ലഹരി വസ്തുക്കളെ ഉപേക്ഷിക്കണം. ഈ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച്
യേശു ക്രിസ്തുവിനോട് ജീവിതം പ്രാപിച്ചവർ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്താണ് ഈ നരകത്തിന്റെ പ്രത്യേകത? നരകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ തീ കിടുന്നില്ല, അവിടുത്തെ പൊടി ചാടുന്നില്ല, അവിടെ എന്നും ദണ്ഡനമാണ്, എന്നും മെയ്യമ്പലി മാത്രമാണ്, എന്നും പല്ലുകടി മാത്രമാണ്. പ്രിയമുള്ളവരെ, 1-2 മാസമല്ല, നിത്യത മുഴുവനും അവിടെ അയ്യമ്പലിയാണ്. അവിടുത്തെ തീ ഒരിക്കലും കിടുന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെടാതെ ദൈവവചനം അനുസരിക്കാതെ ജീവിതം മുമ്പിലോട്ട് പോയാൽ ചെന്നെത്തുന്നത് ഇതേ അവസ്ഥയിലാണ്. ഇന്ന് രാത്രി എനിക്ക് എന്റെ യേശുവിന്റെ മകനായി ജീവിക്കണം. എന്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് താങ്കൾ വിശ്വസിച്ച അവന്റെ പാദപീഠത്തിലേക്കുമെന്നാൽ താങ്കൾ മാറോട് ചേർത്തണയ്ക്കുവാൻ ഒരുവനുണ്ട്. ചില പറയാറുണ്ട്, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല ഈ ലോകത്തില്, ഞാൻ എല്ലാവരും മുമ്പിലും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നെ സ്നേഹിക്കുവാൻ, എന്നെ മാറോട് ചേർക്കുവാൻ, എന്നെ ഒന്ന് കൈത്താങ്ങലേകുവാൻ എനിക്കാരുമില്ല. അങ്ങനെ ചിന്തിച്ച ഭാരത്തോടെ ആയിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവ് വിളിച്ചു പറയട്ടെ, താങ്കളെ സ്നേഹിക്കുന്ന ഒരുവൻ ഇവിടെ ഉണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. താങ്കളെ സ്നേഹിക്കുന്ന, താങ്കളെ മാറോട് ചേർത്ത് അണയ്ക്കുന്ന, താങ്കളെ കൈത്താങ്ങലേകുന്ന ഒരു നല്ല സ്നേഹനിധിയായ യേശു കർത്താവ്. ആ താങ്കളെ നോക്കി യേശു കർത്താവ് ഇന്ന് ഈ വൈകുന്നേരം സമയം വിളിക്കുകയാണ്. മകളെ മകനെ എന്റെ അടുക്കിലേക്കും മടങ്ങുക. എല്ലാ മാനവരാശി യേശു കർത്താവ് വിളിക്കുകയാണ്. മകളെ മകനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. നിന്റെ പാപത്തിന് വേണ്ടി, നിന്റെ നരകത്തിന്റെ അവസ്ഥയിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഈശാവിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എന്റെ ചോരത്തുള്ളിൽ കാൽവരി ക്രൂശിൽ ചിന്തിയത്. ഇന്ന് രാത്രിയിൽ ആ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണമോ സ്വീകരിക്കേണ്ടയോ നിങ്ങളെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ എനിക്കെന്റെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഒരു ദൈവമകനായി എനിക്ക് മാറ്റപ്പെടണം. എനിക്ക് ലോക ജീവിതമുണ്ട്. എനിക്കിനി പാപം ചെയ്യണ്ട, എനിക്ക് പാപത്തിൽ തുടർന്ന് ജീവിക്കണ്ട. ഇനി ലോകത്തിൽ ജീവിക്കും കാലമെല്ലാം ആ യേശു കർത്താവിനെ സ്വന്തം രക്ഷകന് കർത്താവ് അംഗീകരിച്ച ഒരു ദൈവമകനായി എനിക്ക് ജീവിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ ചിന്തിച്ച, അങ്ങനെ ഒരു തീരുമാനത്തോടെ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ മാറോട് ചേർത്തുണയ്ക്കുവാൻ മതിയായ ദൈവമാണ്. നിങ്ങളുടെ സകല വിഷയങ്ങൾക്ക് വേണ്ടി യേശു കർത്താവിനൊന്നും പരിഹാരമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നത്തിനു വേണ്ടിയും കർത്താവിന് മറുപടി തരുവാനായിട്ട് കഴിയും. പക്ഷെ ഒരു കണ്ടീഷൻ കർത്താവ് വയ്ക്കുകയാണ്, കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരണം. കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആ നിത്യമായ ലക്ഷ്യം കരസ്ഥമാക്കണം. ദൈവ കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാവരോടും പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും ദൈവമക്കളായി മാറ്റപ്പെടണം. എല്ലാവരും യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ദൈവമക്കളായി തീർന്ന് ജീവിച്ച് മരിച്ച നിത്യതയിൽ പ്രവേശിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് അനേക കുഞ്ഞുങ്ങളവരെ, വിദ്യാർത്ഥികളവരെ പാപത്തിന്റെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങു നോക്കിയാലും പല ടെലിവിഷനിൽ കൂടെയും മൊബൈൽ ഫോണിൽ കൂടെയും മറ്റ് ഇന്റർനെറ്റ് വഴിയും അനേക തലമുറകൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. തലമുറകൾ
മാതാപിതാക്കൾക്ക് സമാധാനമില്ല. ഇന്ന് അനേക തലമുറകൾ ഓർത്ത് മാതാപിതാക്കൾ കണ്ണുനീരോടെ അലമുറോട്ട് കരയുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ മറ്റുള്ള വിദ്യാർത്ഥിയുടെ ചേർന്ന് ആക്രമിച്ചു കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് മനസ്സിലാക്കി വന്നപ്പോൾ ഇവർ ലഹരിയുടെ പുറത്താണ് ആ കൊലപാതകം നടത്തിയത്. മദ്യപാനം, ലഹരി മരുന്നുകൾ ഉണ്ടാക്കുന്ന അതിന്റെ ഭവിഷ്യത്ത് എന്ത് എത്രയോ ഭയാനകരമാണ്. അനേക വിദ്യാർത്ഥികളെ ഇന്ന് ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി വെള്ളുകളോട് ഇന്ന് കേൾക്കുന്നതിന് ശബ്ദം ശ്രമിക്കുന്ന ഈ വക പ്രവർത്തികളെ അടിമയായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ലഹരിയിൽ നിന്ന് വിമോചനമാക്കുന്ന, നിങ്ങളെ മോചിപ്പിക്കാൻ കഴിവുള്ള ഒരു കർത്താവായ യേശു ക്രിസ്തു, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. ഇനി രാത്രി നിങ്ങളൊന്ന് തീരുമാനിച്ചത് മാത്രം മതി. കർത്താവ്, എനിക്ക് ഈ ലഹരി പദാർത്ഥങ്ങൾ വേണ്ട, എനിക്ക് ഈ പാപസ്വഭാവം എനിക്ക് വേണ്ട, ഇന്ന് എനിക്ക് നല്ലതായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവ്, നിങ്ങളുടെ മകനായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, ഇന്ന് മുതൽ ഞങ്ങളുടെ മകനായി ജീവിക്കുമെന്ന ആ ഹൃദയത്തിന്റെ ആഴത്തിൽ തീരുമാനം എടുക്കാൻ തയ്യാറാണ്. നിന്റെ ജീവിതം